എക്സാക്ട്ലി മെറ്റ്ലൈഫ് സ്റ്റേഡിയം, ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയം അർജന്റീനയുടെ നായകൻ ലയണൽ മെസ്സിക്കും അർജന്റീനയ്ക്കും ഭാഗ്യമില്ലാത്ത ഗ്രൗണ്ടായി മാറുകയാണ്. നമുക്കറിയാം 2016 ലയണൽ മെസ്സി റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചത് ഈ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ്. ആ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ അന്ന് കണ്ണീർ പൊഴിച്ചു നിന്ന ലയണൽ മെസ്സിക്ക് പിന്നീട് ഒരു തിരിച്ചുവരവുണ്ടായി. അത് ലോക ഫുട്ബോളിന്റെ അമരത്തേക്കായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അതേ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ മറ്റൊരു ഫൈനൽ കൂടി അർജന്റീനയും ലയണൽ മെസ്സിയും പരാജയപ്പെടുന്നു. ലയണൽ മെസ്സിക്ക് ഇത് മോശം മണ്ണായി തീരുകയാണ്. ന്യൂജേഴ്സി അവിടെ ഫുട്ബോളിന്റെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ക്ലബിൽ നിൽക്കുന്ന അമേരിക്കയിൽ പക്ഷേ ലോക കിരീടം ഉയർത്താൻ ലയണൽ മെസ്സിക്ക് കഴിയാതെ പോവുകയാണ്. ലയണൽ മെസ്സിയുടെ കണ്ണീർ ഒരിക്കൽ കൂടി വീഴും ആ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യം. കാരണം അന്ന് കോപ്പ അമേരിക്ക സെന്റിനറി ഫൈനലായിരുന്നു എങ്കിൽ ഇന്നിതാ ലോകകപ്പിന്റെ ഫൈനലിൽ അർജന്റീന ലയണൽ മെസ്സി ഗോൾ സ്കോർ ചെയ്യാൻ കഴിയാതെ ലോകകപ്പിന്റെ നിലവിലെ ചാമ്പ്യന്മാർ ആ കിരീടം എതിർ ടീമായിട്ടുള്ള സ്പാനിഷ് ടീമിന് വെച്ച് കൈമാറുകയാണ്. സ്പാനിഷ് ഫ്യൂറി, എക്സാക്ട്ലി കിരൺ എന്ത് പറഞ്ഞതോ അതായിരുന്നു. സ്പെയിന്റെ ഭരണമായിരുന്നു, സ്പാനിഷ് റൂൾ ആയിരുന്നു. സ്പെയിൻ നിശ്ചയിച്ച വഴിയിലൂടെ കാര്യങ്ങൾ പോയി. ഗോൾ അടിക്കാനുള്ള മികവ് കൂടി അല്പം കൂടി ഉണ്ടായിരുന്നു ഈ സ്പാനിഷ് ടീമിനെങ്കിൽ ഒരുപക്ഷെ ഈ സ്കോർ കാർഡ് ഇതുപോലെ ആകുമായിരുന്നില്ല. നിശ്ചിത സമയത്ത് തന്നെ സ്പെയിൻ ആ ജയം സ്വന്തമാക്കാൻ കഴിയുമായിരുന്നു. മാത്രമല്ല മല പോലെ ഉറച്ചു നിന്ന എമിലിയാനോ മാർട്ടിനസ് എന്ന ഗോൾ കീപ്പർ, അദ്ദേഹത്തിന് നൽകണം ഒരു മികച്ച സല്യൂട്ട്, നല്ലൊരു കയ്യടി. കാരണം അയാളാണ് 11 സേവുകളുമായി ഈ കളിക്കളത്തിൽ ഈ ദിവസത്തിൽ അർജന്റീനയുടെ രക്ഷകനായത്. ഒരു മാലാഖയായി നിന്നത് നിശ്ചിത സമയത്ത്. പക്ഷേ അതിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. എക്സ്ട്രാ ടൈമിന്റെ രണ്ടാം പകുതി അതിന്റെ ആദ്യ മിനിറ്റിൽ തന്നെ അർജന്റീനയ്ക്കെതിരെ ഗോൾ സ്കോർ ചെയ്തു ഫെറാൻ ടോറസിലൂടെ. നിക്കോ വില്യംസിന്റെ അസിസ്റ്റിൽ നിന്ന് 10 പേരെ മാത്രം ചുരുങ്ങിയ അർജന്റീനയെ വീഴ്ത്തിക്കൊണ്ട് ലയണൽ മെസ്സിയുടെ അർജന്റീനയെ തകർത്തുകൊണ്ട് ഫെറാൻ ടോറസിന്റെ ഒരു ടോർപിഡോ അത് എത്തുകയാണ് അർജന്റീനയുടെ ഗോൾ പോസ്റ്റിൽ. അങ്ങനെ ഒറ്റ ഗോളിൽ, ഒരേ ഒരു ഗോളിൽ അർജന്റീനയ്ക്കെതിരെ സ്പെയിൻ ജയം സ്വന്തമാക്കി. ലോക കിരീടം ഇനി മാഡ്രിഡിലേക്ക്, ബാർസലോണയിലേക്ക്. അർജന്റീനയെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ തുടക്കത്തിലൊക്കെ ആളുകൾ ഈ അർജന്റീന ഫൈനലിൽ എത്തുമോ എന്ന് വലിയ സംശയമുണ്ടായിരുന്നു. പക്ഷേ കളി മുന്നോട്ട് പോകുന്നതോറും അർജന്റീന ആരാധകർക്ക് പ്രതീക്ഷയായിരുന്നു. അവർക്ക് എന്തും സാധ്യമാകുമെന്നൊരു പ്രതീക്ഷയിലേക്ക് അവർ കൊണ്ടുവന്നു. നോക്കൌട്ടിലെ ഓരോ മത്സരവും ഭാഗ്യത്തിന്റെ കൂടി ആനുകൂല്യത്തിൽ എന്ന് വേണം പറയാൻ. അവസാന നിമിഷം കളിക്കുന്ന ആ ഒരു 10-15 മിനിറ്റിലെ കളിയിൽ വിജയിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഫൈനലിലേക്ക് അത് പോരാ എന്നവർ കണക്ക് കൂട്ടണമായിരുന്നു. ഒറ്റ ഗോൾ മാത്രം വഴങ്ങിയ ടീമാണ് സ്പെയിൻ എന്നത് അർജന്റീന ഓർക്കണമായിരുന്നു. ആ ഒറ്റ ഗോൾ മാത്രം വഴങ്ങിയ സ്പെയിനിലേക്ക്, അവരുടെ ഗോൾ മുഖത്തേക്ക് എത്രയോയെങ്കിലും തവണ ഒരു ഗോൾ ശ്രമമെങ്കിലും നടത്തേണ്ടതായിരുന്നു. പക്ഷെ ആദ്യ പകുതിയിൽ ഒരു ഗോൾ ശ്രമം നടത്താനുള്ള ഒരു ആവേശം, അല്ലെങ്കിൽ അതിനുള്ള ശ്രമം അതുപോലും അർജന്റീന നടത്തിയില്ല. ചിലപ്പോൾ നമ്മൾ സ്കലോണിയുടെ തന്ത്രമാണോ ഇത്, പൂർണ്ണമായും കളി വിട്ടുകൊടുക്കുക, അവസാന നിമിഷം ആഞ്ഞടിക്കുക, അത്ര തന്ത്രമാണോ എന്ന് പോലും സംശയിച്ചു. പക്ഷേ ഈ അവസാന നിമിഷത്തിനായി കാത്തിരുന്ന് കളി 90 മിനിറ്റ് കഴിഞ്ഞ് പിന്നെയും ഒരു 30 മിനിറ്റ് കൂടി വന്നു. അതിനിടയ്ക്ക് ഒരു രണ്ടാമത്തെ 30 മിനിറ്റിന്റെ രണ്ടാം പകുതിയുടെ ആദ്യ മിനിറ്റിൽ തന്നെ അർജന്റീനൻ ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ വീഴുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അതും ആദ്യം ഒന്ന് രക്ഷപ്പെടുത്തിയതാണ്. പക്ഷേ വീണ്ടും മാർട്ടിനസിന് രക്ഷപ്പെടുത്താൻ കഴിയാതെ ഗോൾ മാർട്ടിനസ് എണീറ്റ് വരുന്നതിന് മുമ്പത്തേക്കും ഗോൾ എത്തിക്കഴിഞ്ഞു. റീബൗണ്ട് ചെയ്ത് വന്ന ബോൾ വീണ്ടും ഗോളാക്കി കഴിഞ്ഞിരുന്നു. അവിടെ പിന്നീടെങ്കിലുമുള്ള ഒരു 14 മിനിറ്റ്, ആ 14 മിനിറ്റെങ്കിലും അർജന്റീനയായി മാറി നിന്ന് കളിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ അവിടെയും അത്തരം ഒരു കളി ഉണ്ടായില്ല. സാധാരണ അവസാന നിമിഷം ഒരേ സമയം കുറെ ഫോർവേഡുകളെ ഒരുമിച്ചിറക്കിക്കൊണ്ട് ഒരു അറ്റാക്കിംഗ് മൂഡ് സൃഷ്ടിക്കുന്ന സ്കലോണി ഇന്ന് തുടക്കം മുതൽ ഇടയ്ക്കിടയ്ക്ക് പുതിയ ആളുകളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. അവിടെ ഒരു അറ്റാക്കിംഗ് മൂഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരേ സമയം കുറേയേറെ കളിക്കാരെ ഒരുമിച്ചിറക്കുക, അത്തരം ഒരു തന്ത്രം പോലും ഇന്നുണ്ടായില്ല. ഇതുവരെ എന്തായാലും സെമി ഫൈനൽ വരെ അർജന്റീന കളിച്ച കളി ആയിരുന്നില്ല ഈ ഫൈനലിൽ അർജന്റീന കളിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.